നമസ്കാരം. ഗാസ്ട്രോ കോർണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഡയബറ്റീസിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ഒരുപക്ഷെ ഡയബറ്റീസ് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ തന്നെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിന് കഴിയുമെന്നാണ് പ്രാഥമികമായിട്ടുള്ള പല സ്റ്റഡീസിൽ നിന്നും തെളിഞ്ഞിട്ടുള്ളത്. ടൈപ്പ് 2 ഡയബറ്റീസിലാണ് ആ ഗുണം കാണുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി ആ എപ്പിസോഡിൽ സംസാരിക്കുകയുണ്ടായി. പല ആളുകളിൽ നിന്നും പല സംശയങ്ങളും അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് ഹൃദയത്തിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ, വേറെ ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ, നമ്മുടെ ആയുർദൈർഘ്യത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, ക്യാൻസറുകൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നെല്ലാം ഉള്ള സംശയങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെക്കുറിച്ചെല്ലാമാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. 2019 ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിനിൽ ഒരു വലിയൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും നമ്മുടെ ഓരോ അവയവങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും ആണ് ആ ഒരു ആർട്ടിക്കിളിൽ വ്യക്തമായിട്ട് അവർ പ്രതിപാദിക്കുകയുണ്ടായിട്ടുള്ളത്. 1999 എലികളിൽ ഇതേപോലെ അവരുടെ ഭക്ഷണത്തിൽ കാലറി കുറച്ച് കൊണ്ടുവരുന്ന ഒരു രീതി ശാസ്ത്രജ്ഞന്മാർ ചെയ്തു നോക്കി. അതായത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പോലെ തന്നെ ചെയ്യുന്ന ഒരു രീതി, ടോട്ടൽ അവരുടെ ലൈഫ് സ്പാനിൽ ഉപയോഗിക്കുന്ന കാലറി അളവ് കുറച്ച് കൊണ്ടുവരുന്ന ഒരു രീതി. അങ്ങനെ നോക്കിയപ്പോൾ അവരുടെ ആയുസ് 80% വരെ കൂടുന്നതായിട്ട് കണ്ടു. അതിനുശേഷം പല സ്റ്റഡീസും നടത്തി, എലികളിലും നടത്തി, പ്രൈമേറ്റ്സിലൊക്കെ നടത്തി. അവരിൽ എല്ലാവരിലും അവരുടെ ആയുസ് ഇതേപോലെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആളുകളിൽ അവരുടെ ആയുസ് വളരെ കൂടുന്നതായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു ഇഫക്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പ്രമേഹ രോഗികൾ, ഇച്ചിരി തടിയുള്ള ആളുകളെല്ലാവരും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലോട്ട് ഇപ്പോൾ തിരിയുന്നത് കൂടുതലായിട്ട്. അപ്പോൾ മനുഷ്യരിൽ ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് ലോങ് ടൈം ആയിട്ടുള്ള സ്റ്റഡികൾ ഇപ്പോൾ പലതും നടക്കുന്നുണ്ട്. ഭാവിയിൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ആയുസ് ഇത് കൂട്ടാൻ സാധ്യതയുണ്ട് എന്നെല്ലാം ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഉത്തരം 5-10 വർഷത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ഓരോ സിസ്റ്റത്തിലും, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിലോ ഞരമ്പിൻ്റെ ആരോഗ്യത്തിലൊക്കെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. പ്രധാനമായും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് 3 രീതിയിലാണ്. അതിലൊന്ന്, ഒരു ദിവസം സാധാരണ പോലെ ഭക്ഷണം കഴിച്ചിട്ട് വേറൊരു ദിവസം തികച്ചും ഭക്ഷണമില്ലാത്തൊരവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 5 ദിവസം ഭക്ഷണം കഴിച്ച് 2 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു രീതിയുണ്ട്. മൂന്നാമത്തെ രീതി, എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു രീതി. ഈ 3 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയാണ് മിക്ക ഗവേഷണങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പ്രമേഹത്തിലും ഒബീസിറ്റിയിലും പൊണ്ണത്തടിയിലും വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതാണ് ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ കാതലായിട്ടുള്ള ഭാഗം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാക്കിയാൽ പ്രമേഹം തന്നെ മാറിപ്പോകും. അപ്പോൾ ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആളുകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ കുറയുന്നതായിട്ടാണ് ഗവേഷണങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അവരുടെ ആ ഒരു ബോഡി വെയ്റ്റ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കുറഞ്ഞു വരും. ഷുഗറിൻ്റെ അളവും കുറഞ്ഞു വരും. ഇതെല്ലാം ഷോർട്ട് ടൈം സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുള്ള മാറ്റങ്ങളാണ്. ഇതിന് ലോങ് ടൈം സ്റ്റഡീസ് കൂടുതൽ ആവശ്യമുണ്ട്. എന്നിരുന്നാലും പ്രാഥമികമായ സ്റ്റഡികളിൽ ടൈപ്പ് 2 ഡയബറ്റീസിനെ ഒരു പക്ഷേ പൂർണ്ണമായി മാറ്റുന്നതിനും അതേപോലെ നമ്മുടെ പൊണ്ണത്തടി നന്നായിട്ട് കുറയ്ക്കുന്നതിനും ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെ പൂർണ്ണമായും മാറ്റിയെടുക്കുന്നതിനും ഇതിന് കഴിയുമെന്നാണ് തെളിഞ്ഞു വരുന്നത്. നല്ലൊരു റിസൾട്ടിനായി നമുക്ക് കുറച്ച് നാൾ കൂടി വെയിറ്റ് ചെയ്യാം. ഇനി രണ്ടാമതായി, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആളുകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഹൃദയത്തിന് വരുത്തുന്നത് നമുക്ക് നോക്കാം. BP, അതായത് ബ്ലഡ് പ്രഷർ. BP വളരെ ഇച്ചിരി കുറഞ്ഞ് ആണ് ഇവരിൽ കാണപ്പെടുന്നത്. സാധാരണ ഷുഗറുള്ള ആളുകളിൽ BPയും കൂടെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ അവരുടെ ആ ബേസ് ലൈൻ BP കുറച്ച് കുറഞ്ഞു വരും. അതേപോലെ തന്നെ നമ്മളുടെ ഹാർട്ട് റേറ്റ്, നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹാർട്ട് റേറ്റ് ആണ് അത് നമ്മളൊരു ബേസ് ലൈൻ ഹാർട്ട് റേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് രോഗികളിൽ നമ്മൾ കണ്ടുവരുന്നത്. ഈ BP കുറഞ്ഞാലും ബേസ് ലൈൻ ഹാർട്ട് റേറ്റ് കുറഞ്ഞാലും നമ്മളുടെ ആയുസ് കൂടും. അതേപോലെ തന്നെ HDL എന്നറിയപ്പെടുന്ന കൊളസ്ട്രോളിൻ്റെ ഒരു ഭാഗം, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമായിട്ടുള്ളൊരു കൊളസ്ട്രോളാണ് ഈ HDL കൊളസ്ട്രോൾ. HDL കൊളസ്ട്രോൾ ഇത്തരം ആളുകളിൽ കൂടുന്നു, LDL കൊളസ്ട്രോൾ കുറയുന്നു.
ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ ഈ മൂന്ന് ചേഞ്ചസും നമ്മുടെ ഹൃദയത്തിൽ വരുന്ന അതിറോസ്ക്ലിറോസിസ്, അതായത് ഹൃദയധമനികളിൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം, ഇതിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ന്യായമായിട്ടും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇനി അടുത്തതായി മനുഷ്യരിൽ വരുന്ന ചില ക്യാൻസറുകളിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രാഥമികമായിട്ടുള്ള പഠനങ്ങളിൽ പ്രോസ്റ്റേറ്റിൽ വരുന്ന ക്യാൻസർ, ബ്രെയിനിൽ വരുന്ന ഗ്ലയോബ്ലാസ്റ്റോമ എന്നറിയപ്പെടുന്ന ഈ ക്യാൻസർ, ഇത് രണ്ടിൻ്റെയും പ്രോഗ്രഷൻ കുറയ്ക്കാനായിട്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിന് കഴിയുമെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളിൽ വരുന്ന ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, ഇതിലെല്ലാം ശാസ്ത്രജ്ഞന്മാർ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ വൻകുടലിൽ വരുന്ന കോളോറക്ടൽ ക്യാൻസർ, ഇതിലും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള ഗവേഷണങ്ങളിൽ ഇതിനെല്ലാം നല്ല ഫലങ്ങളാണ് കണ്ടിട്ടുള്ളത്. അതിൻ്റെ പ്രോഗ്രഷൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആളുകളിൽ കുറയുന്നതായിട്ട് കാണുന്നു. അത് മാത്രമല്ല, ഒരിക്കൽ മാറിക്കഴിഞ്ഞാൽ രണ്ടാമത് ഇത് വരുന്നതിനുള്ള സാധ്യത അതും ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആളുകളിൽ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനിയും പുതിയ സ്റ്റഡീസ് വരുന്നുണ്ട്. അതിൽ നിന്നും നല്ല റിസൾട്ട് വരുമെന്ന് നമുക്ക് ന്യായമായിട്ടും പ്രതീക്ഷിക്കാം. അടുത്തതായി ഞരമ്പുകളെ ബാധിക്കുന്ന ചില അസുഖങ്ങളിൽ നമുക്കറിയാം, സ്ട്രോക്ക്, ഒരു വശം തളർന്നു പോകുന്ന അസുഖം, പാർക്കിൻസോണിസം, ഞരമ്പിൻ്റെ ഒരു ഡീജനറേറ്റീവ് ആയിട്ടുള്ള അസുഖം, കൈക്ക് വിറയലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന അസുഖം, അതേപോലെ തന്നെ അൽഷിമേഴ്സ് ഡിസീസ്, ഓർമ്മ തീരെ കുറഞ്ഞു പോകുന്ന അസുഖം. അപ്പോൾ ഈ 3 അസുഖങ്ങളിലും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആളുകളിൽ അവർക്കിത് ഓൺസെറ്റ് ഒരു 60 വയസ്സിൽ വരേണ്ട അസുഖമാണെങ്കിൽ 65 വയസ്സിലോ 75 വയസ്സിലേക്കോ ഇത് ഡിലേഡ് ആകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ അസുഖത്തിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കാനും ഈ അസുഖം വ്യാപിക്കുന്നത് കുറയാനും ഈ അസുഖം വരുന്നതിൻ്റെ ഏജ് കൂട്ടിക്കൊണ്ടുവരാനും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിന് കഴിയുമെന്ന് പ്രാഥമികമായിട്ടുള്ള സ്റ്റഡീസിലും മൃഗങ്ങളിൽ നടത്തിയിട്ടുള്ള സ്റ്റഡികളിലും തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആസ്മയിലും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിന് നല്ല ഗുണഫലങ്ങൾ ഉണ്ട് എന്നാണ് പ്രാഥമിക സ്റ്റഡീസ് നിഗമനം. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നറിയപ്പെടുന്ന നട്ടെല്ലിനെയും ബ്രെയിനിനെയും ബാധിക്കുന്ന ഒരു അസുഖത്തിലും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നല്ല ഗുണകരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വ്യത്യാസങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ സന്ധികളെയൊക്കെ ബാധിക്കുന്ന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, നമുക്കറിയാം സന്ധികളിലൊക്കെ നീര് വന്ന് ചുവന്ന് വീർത്ത് നടക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന അസുഖമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അതുപോലെ തന്നെ ചിലപ്പോൾ കൈകൾക്കും കാലുകളിലും ചെറിയ സന്ധികളിലൊക്കെ ഡീഫോമിറ്റിയൊക്കെ വരാം. ഒരിക്കൽ വന്നാൽ മാറാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു അസുഖത്തിലും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ പ്രിലിമിനറി സ്റ്റഡീസിൽ നല്ല വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നറിയപ്പെടുന്ന പുതിയൊരു ഡയറ്ററി മെത്തേഡ്, അതിൻ്റെ പല ഗുണങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ എല്ലാം പ്രാഥമികമായിട്ടുള്ള സ്റ്റഡികളിൽ നല്ല വ്യത്യാസങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഇനിയും കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന സ്റ്റഡികൾ ഇതിൽ ആവശ്യമുണ്ട്. നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടുമെന്ന് തന്നെ പ്രത്യാശിക്കാം. എന്തുകൊണ്ടാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആളുകളിൽ ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നതെന്ന് ശാസ്ത്രജ്ഞന്മാർ അതിനും അവരൊരു റിസർച്ച് ചെയ്ത് നോക്കി. നമ്മുടെ ശരീരത്തിന് ജീവിക്കാനായിട്ട് എനർജിയുടെ ആവശ്യമുണ്ട്. എല്ലാ കോശങ്ങൾക്കും എനർജിയുടെ ആവശ്യമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കുന്ന അവസരത്തിൽ ഈ എനർജി കിട്ടുന്നത് ഗ്ലൂക്കോസിൽ നിന്നാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റ് എല്ലാം ട്രൈഗ്ലിസറൈഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, നിരാഹാരം ഇരിക്കുന്ന സമയത്ത് ഈ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫാറ്റിൽ നിന്നും ഫാറ്റി ആസിഡ്സ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഫാറ്റി ആസിഡിൽ നിന്നും കീറ്റോൺ ബോഡീസ് ഉൽപ്പാദിക്കുന്നു. ഈ കീറ്റോൺ ബോഡീസാണ് എനർജി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മളിൽ സ്റ്റോറായിട്ടുള്ള ഈ കൊഴുപ്പ് ശരീരത്തിലോട്ട് വലിച്ചെടുത്ത് അത് എനർജി ആയിട്ട് ശരീരത്തിന് ഉപകാരപ്രദമായിട്ട് മാറുന്നു. അതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന രോഗികളിൽ ഈ നേരെ പറഞ്ഞിട്ടുള്ള ഗുണപരമായിട്ടുള്ള ഫലങ്ങളെല്ലാം കണ്ടുവന്നിട്ടുള്ളത്.